നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു വിഭവമായിട്ടാണ്. അതായത് നമ്മുടെ സ്വന്തം ഉണ്ണിയപ്പം. ഉണ്ണിയപ്പം ഞാൻ പലതരത്തിൽ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ചക്ക വെച്ചിട്ടുള്ള ഉണ്ണിയപ്പാണേ. അപ്പോൾ ചക്കയുടെ സീസൺ കഴിയാറായിട്ടുണ്ട്. അതുകൊണ്ട് ചക്ക വെച്ചിട്ട് നമുക്ക് ചെയ്യാം, അതല്ലെങ്കിൽ ചക്ക വരട്ടി വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി എന്തായാലും നിങ്ങൾ തയ്യാറാക്കി നോക്കണം കേട്ടോ. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, അതേസമയം നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഈ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ റെസിപ്പി എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു കാര്യം മനസ്സിലാക്കിയത്. ഇത് ഭയങ്കര സ്പീഡിലാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിലേ എൻ്റെ സംസാരം കുറച്ച് സ്പീഡാണ്. ഇന്നത്തെ വീഡിയോ കുറച്ചും കൂടെ സ്പീഡായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല മഴക്കാറുണ്ടായിരുന്നു. അപ്പോൾ കുട്ടേട്ടനായ ചേച്ചിയും പറഞ്ഞു മഴ പെയ്യും വീണാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർത്തതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ക്ഷമിക്കുന്നു, വിശ്വസിക്കുന്നു. ഒട്ടും താമസിക്കേണ്ടത്. നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള ചക്ക വെച്ചിട്ടുള്ള ഉണ്ണിയപ്പം തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ. അപ്പോൾ നമുക്ക്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചക്ക വെച്ചിട്ട് ഉണ്ണിയപ്പം തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 12 ചുള ചക്കയാണ്. ഇപ്പോൾ 12 ചുള എന്ന് പറയുമ്പോൾ അതിൽ ചക്കക്കുരുക്കെ മാറ്റിയതിന് ശേഷമാണ് വെയിറ്റ് ഞാൻ നോക്കിയത്. അപ്പോൾ 300 ഗ്രാം ഉണ്ട് കേട്ടോ. അതിൻ്റെ വെയിറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 12 ഒരു മീഡിയം സൈസ് ചക്ക നമുക്ക് എടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു അളവാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അത് വരിക്കച്ചക്കയാണ് ഏറ്റവും ബെസ്റ്റ്. അതേസമയം ഒട്ടും നിവൃത്തിയില്ലെങ്കിൽ മാത്രം നമ്മൾ എന്താ പറയുക, പഴച്ചക്ക, അതായത് കൂഴച്ചക്ക ഉപയോഗിക്കാം. അതിൽ കുറച്ച് നാര് കൂടുതലായതുകൊണ്ട് ഞാൻ പ്രിഫർ ചെയ്യുന്ന എപ്പോഴും വരിക്കച്ചക്കയാണ്. അതേസമയം നിങ്ങൾക്കിപ്പോൾ വരിക്കച്ചക്ക ഫ്രഷ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നമുക്ക് ചക്ക വരട്ടിയത് ഉപയോഗിക്കാം കേട്ടോ. ഞാനിവിടെ 345 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അതായത് 6 അച്ചെന്ന് പറയുമ്പോൾ ഈ ഒരു സൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത് അച്ചിൻ്റെ അളവ് കേട്ടോ. അപ്പോൾ ഇതേ ഒരു സൈസിൽ 6 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് 1.5 ഗ്ലാസ് വെള്ളത്തിൽ അത് ഉരുക്കിയെടുത്തു. ശർക്കര 1.5 ഗ്ലാസ് വെള്ളത്തിൽ. അതിനുശേഷം അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കരപ്പാനിയാണിത്. അപ്പോൾ നമ്മൾ ചക്ക വരട്ടിയതാണെങ്കിൽ എന്ത് ചെയ്യണം, ആ ചക്ക വരട്ടിയത് പുറത്തെടുക്കുക. എന്നിട്ട് കുറച്ച് നേരം അതിൻ്റെ തണുപ്പ് മാറ്റാൻ വേണ്ടി വെക്കുക. പിന്നെ നമ്മൾ ഈ ശർക്കരപ്പാനിയിൽ ഇട്ടതിന് ശേഷം മിക്സ് ചെയ്ത് അങ്ങ് അതിൻ്റെ കട്ട മുഴുവനും മാറ്റി സോഫ്റ്റ് ആയിട്ട് എടുക്കുക. അപ്പോൾ ചക്ക വരട്ടി വെച്ചിട്ടും ചെയ്യാം, അല്ലെങ്കിൽ ഫ്രഷ് ചക്ക വെച്ചിട്ടും ചെയ്യാം. ഞാൻ എപ്പോഴുമേ ഫ്രഷ് ചക്ക വെച്ചിട്ടാണ് ചെയ്യാറ്. ഇപ്പോൾ ചക്കയുടെയൊക്കെ സമയം, സീസൺ കഴിയാറായില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ചക്ക വരട്ടേണ്ട കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ 2 വെച്ചിട്ട് നിങ്ങൾക്ക് ഏതാണുള്ളത് അത് വെച്ച് ചെയ്യാം. അപ്പോൾ അതിലേക്ക് നമുക്ക് വേണ്ടത്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വെക്കേഷൻ വന്നപ്പോഴും ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഉണ്ണിയപ്പത്തിൻ്റെ. അതേ സെയിം റെസിപ്പി തന്നെ ഞാൻ ഫോളോ ചെയ്യുന്നത്. അതിന് പഴം ആണ് ഉപയോഗിച്ചത്. അതേസമയം നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് ചക്കയാണെന്ന് മാത്രം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് അളവാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ്, അതായത് 250 ml കപ്പിൽ ഞാൻ റവ എടുത്തിട്ടുണ്ട്. അതേ കപ്പിൽ തന്നെ മൈദ എടുത്തിട്ടുണ്ട്. അതേ കപ്പിൽ തന്നെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതായത് ഈക്വൽ ആണ് വേണ്ടത് നമുക്ക് അളവ്. 1 കപ്പ് ആണെന്നുണ്ടെങ്കിൽ 1 കപ്പ് അരിപ്പൊടി, 1 കപ്പ് റവ, 1 കപ്പ് മൈദ. അരക്കപ്പ് ആണെങ്കിൽ അരക്കപ്പ് തന്നെ. അതായത് 3ന്റെ അളവും ഒന്നായിരിക്കാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അല്ലാണ്ട് വേറൊരു പ്രശ്നങ്ങളും ഇല്ല. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു അളവിനാണ് ഇത്രയും 12 ചുള ചക്ക പറഞ്ഞിരിക്കുന്നത് കേട്ടോ, 1 കപ്പിൻ്റെ അളവിന്. അപ്പോൾ നിങ്ങൾക്ക് അരക്കപ്പ് ആണെന്നുണ്ടെങ്കിൽ ആ ചക്കയുടെ അളവ് കുറച്ചാൽ മതി. ഒരു 6 ചുള എടുത്താൽ മതിയാവും. അതിനനുസരിച്ച് നമ്മുടെ ശർക്കരയുടെ അളവൊക്കെ കുറയ്ക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് കുറച്ച് ഏലക്കായ പൊടി ഉണ്ട്, അതാണ് ഇടാൻ പോകുന്നത്. ഏലക്കയുടെ പൊടി ഇല്ലെങ്കിൽ നന്നായി വാഷ് ചെയ്തതിന് ശേഷം മിക്സിയിലിട്ട് അരയ്ക്കുന്ന സമയത്ത് 2 ഏലക്കായ ഇട്ട് കൊടുത്താലും മതിയാവും. ഏലക്കായുടെ തൊലി വേണ്ട, ഉള്ളിലത്തെ കുരു മാത്രം എടുത്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് അല്പം ഉപ്പാണ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. അപ്പോൾ ഞാൻ ഈ ചക്കയും ഈ പൊടികളും ഈ ശർക്കരപ്പാനി എല്ലാം കൂടി ഇങ്ങോട്ട് അരച്ചിട്ട് ഒരുമിച്ച് അരച്ചതിന് ശേഷം കൊണ്ടുവരാം. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഒരുപാട് ഉപ്പ് ആദ്യം തന്നെ ഇടണ്ട, കുറച്ച് ഉപ്പ് ഇടുക. എന്നിട്ട് നോക്കുക, ആ ടേസ്റ്റിന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ഇടുന്നത്. അതേപോലെ തന്നെ ഞാൻ ഇതിലോട്ട് സാധാരണ രീതിയിൽ നമ്മുടെ തേങ്ങക്കൊത്ത് വറുത്തിടാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ തേങ്ങക്കൊത്ത് വറുത്തിടുന്നില്ല കേട്ടോ. അതൊരു ഡിസ്റ്റർബൻസ് പോലെ തോന്നുന്നു. പിന്നെ ഇവിടെ പിള്ളേർക്കും ചേട്ടനൊന്നും ഇഷ്ടമില്ലാത്തൊരു സാധനം തേങ്ങക്കൊത്ത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ നെയ്യ് ചൂടാക്കിയതിന് ശേഷം തേങ്ങക്കൊത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കാം. ഞാനിന്നത് ഇടുന്നില്ല. അതിന് പകരമായിട്ട് 2 ടീസ്പൂൺ നെയ്യ് ചൂടാക്കിയിട്ട് ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ അവസാനം ആ ബാറ്ററിലോട്ട്. അതൊരു പ്രത്യേക ഫ്ലേവറും കിട്ടും, നന്നായിരിക്കും. പിന്നെ എണ്ണ കൂടുതൽ കുടിക്കാതിരിക്കാനും നെയ്യ് ചേർക്കുന്നത് സഹായിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഞാനൊരു അല്പം എള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു അല്പം മാത്രം കറുത്തല്ല, ഒരു പേരിന് മാത്രം, ഭംഗിക്ക് വേണ്ടി മാത്രം. അതും ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അതിൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ചുക്കുപൊടി ചിലവർ ചേർക്കാറുണ്ട്, ഞാൻ പക്ഷേ ചുക്കുപൊടി ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം കൂടി അരച്ചിട്ട് ഞാൻ കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഉണ്ണിയപ്പത്തിനുള്ള മാവ് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എള്ള് മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ 2 ടീസ്പൂൺ നെയ്യ് ഉരുക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്, മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് നമ്മൾ ഇതിൽ റവ ചേർത്തിരിക്കുന്ന കാരണം ഇത് കുറച്ചും കൂടെ നേരം കഴിയുമ്പോൾ കുറച്ചും കൂടെ തിക്കാവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ തിക്കായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, വെള്ളം ചൂടാക്കിയതിന് ശേഷം ചെറിയ ചൂടുവെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. പച്ചവെള്ളം അതേസമയം ഭയങ്കര ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇത് എന്തായാലും 3-4 മണിക്കൂർ ഇത് അടച്ചു വെക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ചേർക്കേണ്ടതായിട്ട് വരില്ല. അതേസമയം നിങ്ങൾക്ക് തിരക്കുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് അപ്പം തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്കിത്
ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒരു നുള്ള് മാത്രം ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്താൽ മതിയാവും. നമ്മൾ 4 മണിക്കൂർ, ഇപ്പോൾ ഉച്ച സമയം 12 മണി ആയിട്ടുണ്ട്, ഇനി ഒരു 4 മണിക്ക് ഞാൻ ഉണ്ടാക്കുള്ളൂ നമ്മൾ ഉണ്ണിയപ്പം. അപ്പോൾ കണ്ടില്ലേ, ഈ റവ ഇങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കിന് കുറച്ചും കൂടെ വീർത്ത് കുറച്ചും കൂടെ തിക്നെസ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. മാത്രമല്ല, ഇപ്പം നിങ്ങൾ ചക്കവരട്ടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇത്രയും വേണ്ടി വരില്ല നമ്മുടെ ശർക്കരയുടെ അളവ്. കാരണം ചക്കവരട്ടി എന്ന് പറയുമ്പോൾ എന്താ, ശർക്കര എല്ലാം കൂടി ചേർത്തിട്ടല്ലേ നമ്മൾ വരട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ശർക്കര ഇത്ര വേണ്ട. അപ്പോൾ അതിനനുസരിച്ച് വേണം ശർക്കരയുടെ അളവ് തീരുമാനിക്കാൻ. അപ്പം നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ചക്ക ആയതുകൊണ്ടാണ് ഞാൻ ശർക്കര ഇത്രയും 360 ഗ്രാം ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അതായത് 6 കട്ട ഉപയോഗിച്ചതേ. അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഇത് ഞാൻ എങ്ങനെ മിക്സിയിൽ അടിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ ചക്ക മാത്രം അരച്ചെടുത്തു. ചക്ക മിക്സിയിൽ ഇട്ടതിന് ശേഷം അരച്ചെടുത്തു. അതിലോട്ട് കുറച്ച് നമ്മുടെ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനിയും കൂടെ ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തത്. അത് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചതിന് ശേഷം അതിലോട്ട് എല്ലാ പൊടികളും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷമാണ് നന്നായി അരച്ചെടുത്തത്. അല്ലെങ്കിൽ മിക്സിയിൽ ഈ പൊടികൾ മാത്രം ഇട്ട് കഴിഞ്ഞാൽ കട്ട കുത്താനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അരയ്ക്കുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് വലിയ പാത്രത്തിലോട്ട് എല്ലാം കൂടി ഒരുമിച്ച് ഒഴിച്ച് വെക്കുക. എന്നിട്ട് നമുക്കൊരു 4 മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അടച്ചു വയ്ക്കാൻ മറക്കരുതേ. അപ്പോൾ നമ്മൾ 4 മണിക്കൂറായിട്ടോ ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ട് മാവ് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വലിയ പാത്രത്തിൽ നിന്ന് എപ്പോഴും മാവ് കോരി ഒഴിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഈ മാവിൽ നിന്ന് കുറച്ച് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇതിൽ ഞാൻ നോക്കിയപ്പോൾ കൺസിസ്റ്റൻസി കുറച്ച് തിക്കായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുഴിയപ്പത്തിൻ്റെ ചട്ടി എടുക്കാം. അതിൻ്റെ ഹോളിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ നെയ്യിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ. ഇത് നമുക്ക് തീ കത്തിച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തീ ഓൺ ചെയ്ത് കൊടുക്കും. കാര്യം ശ്രദ്ധിക്കേണ്ടത്, കൂടുതൽ ഓവറായിട്ടും കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് മാറും, നല്ല കട്ടി ഉണ്ടാവും. പക്ഷെ അത് കൂടുതൽ ദിവസം കേടാവാണ്ടിരിക്കും. അതേസമയം സോഫ്റ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഒരുപാട് ഡാർക്ക് ഷെയ്ഡ് ആവുന്നേക്കാൾ മുൻപായിട്ട് എടുക്കുകയാണെങ്കിൽ, നമ്മുടെ ഗുലാബ് ജാമുനില്ലേ അതിൻ്റെയൊക്കെ ഒരു കളറിൽ എടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. 1-2 ദിവസം മാത്രമേ ഇരിക്കുകയുള്ളൂ പുറത്തൊക്കെ വെക്കുകയാണെങ്കിൽ. ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ ഒരാഴ്ചയൊക്കെ ഇരുന്നോളും. പക്ഷെ പുറത്ത് വെക്കുന്നതിൻ്റെ കാര്യം ഞാൻ പറയുന്നത്. അതുകൊണ്ട് സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം. പക്ഷേ പുറത്തേക്കൊക്കെ കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് കുറേ പേര് ഇത് നല്ല കട്ടിയായിട്ട് ഉണ്ടാക്കും. പക്ഷെ അത് കട്ടിയായിട്ട് ഉണ്ടാക്കുമ്പോൾ വലിയ സുഖമൊന്നുമില്ല കഴിക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എണ്ണ ചൂടാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ വീതം മാവ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒരുപാട് വലുതാക്കി ഉണ്ടാക്കുന്നില്ല, ചെറുതായിട്ട് തന്നെ ഉണ്ടാക്കുന്നത് കേട്ടോ. നമുക്ക് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും തിരിച്ചിടാം കേട്ടോ. റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറച്ച് ആദ്യം ഒഴിച്ചത് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമുക്കിങ്ങനെ തിരിച്ചിടാം. അപ്പോൾ ഇത് തിരിച്ചും മറിച്ചിട്ട് ചെറിയൊരു ഗോൾഡ് കളർ ആവുന്ന വരെ അങ്ങ് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിലാണ് തീ വെച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യം മറിച്ചിട്ടത് ഈ കളറായിട്ടുണ്ട്. ഈ കളറാവുന്ന സമയത്ത് കോരി മാറ്റണേ. ഒരുപാട് ഡാർക്ക് കളറാവും നിൽക്കരുത് കേട്ടോ. ഞാൻ അടുത്ത സെറ്റ് വീണ്ടും ഉണ്ടാക്കുക, സെയിം തന്നെ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ വീഡിയോ എടുത്ത് കഴിയലും നല്ല മഴക്കാർ വന്നിട്ടുണ്ട്. ഇപ്പം എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യും. അപ്പോൾ ഞാൻ വേഗം ഓടിപ്പോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഉണ്ണിയപ്പൊക്കെ ആകെ നനഞ്ഞു പോകും. കണ്ടില്ലേ, നമുക്ക് കിട്ടിയിരിക്കുന്നത് 65 ഉണ്ണിയപ്പാണ് കേട്ടോ. ഈ ചെറിയ ഉണ്ണിയപ്പം 65 എണ്ണമാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, പഞ്ഞു പോലെയുള്ള ഉണ്ണിയപ്പാണ്. ഞാൻ പറഞ്ഞ പോലെ നമ്മളിതൊന്നും ചേർത്തിട്ടില്ല. നല്ല ചൂടുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്ക് കുറച്ച് കാണിച്ചു തരാം. ഒരെണ്ണം നമുക്ക് മുറിക്കാം. കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ടുള്ള പഞ്ഞു പോലെയുള്ള ഉണ്ണിയപ്പം. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ചൂടോടുകൂടി കഴിച്ച് നോക്കട്ടെ. അടിപൊളി അടിപൊളി. നിങ്ങൾ കൂട്ടാറം വരുന്നുണ്ട്, നമുക്ക് കൂട്ടാറിന് കൊടുക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. നന്നായിന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ജോലിന്ന് പിടിച്ചു. ഞാൻ മറ്റേ സാധനം ഇട്ടില്ല. ഈസ്റ്റാ നാളികേരം. നാളികേരം എനിക്ക് ശരിയാവില്ല. ഇന്നലെ കഴിച്ചിട്ട് ഇങ്ങനെ കടിച്ച് ഇതായിക്കൊണ്ടിരിക്കാം. നെയ്യില്ല. നെയ്യ് ഞാൻ പറഞ്ഞല്ലോ അവരോട് നെയ്യിലുണ്ടാക്കി കഴിച്ചോളാൻ. എന്താ വിൽക്കാനാ? 4 രൂപ. വീണാസ്കറി പോലെ സ്പെഷ്യൽ ഉണ്ണിയപ്പം അല്ലേ? ഞാൻ തരാം. ഇവിടെ ആരും കഴിക്കാനൊന്നുമില്ല. കുട്ടാടൻ പറയാ കൊണ്ടുപോയി വിൽക്കാന്ന്. 40 രൂപ. അതെ, നമുക്ക് വിലയില്ല നമ്മൾ ഉണ്ടാക്കുന്നത്. ഫോട്ടോ എടുക്കണ്ടേ? ഇവിടെ ചേട്ടാ ഇരുട്ടായി ഒരു അങ്ങനെ എടുക്കുക ഫോട്ടോ.